മഴതോരു മുമ്പേയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീന ആരാണെന്നുള്ള സത്യം രാജീവനും ശിവശങ്കർ മേനോനും അറിയുന്നുണ്ട്. ഗംഗാധരനാണ് അത് അവരോട് പറയുന്നത്. അങ്ങനെ ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. കാരണം അവർ ഒട്ടും തന്നെ ഇങ്ങനെയുള്ളൊരു വാർത്ത പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വൈജയന്തിയുടെ സ്വന്തം മകളാണ്, സ്വന്തം മകളെയാണ് നിങ്ങളിപ്പോൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഗംഗൻ അവരോട് തുറന്ന് പറയുകയാണ്. ഇത് കേട്ടപ്പോൾ എന്താണിപ്പം ചെയ്യുക എന്നുള്ള ആ ഒരു അവസ്ഥയിൽ തലയിൽ കൈയും വെച്ച് നിൽക്കുകയാണ് ശിവശങ്കര മേനോൻ. അതേസമയം നമ്മുടെ ബാലചന്ദ്രനാണെന്നുണ്ടെങ്കിൽ അലീനയ്ക്കായിട്ടുള്ള തിരച്ചിലിലായിരുന്നു. പക്ഷേ അവർക്ക് ഒരു ക്ലൂ പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതേസമയം മനുവും പുറത്ത് അലീന എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ പരിചയമുള്ള സ്ഥലത്ത് അന്വേഷിക്കുകയായിരുന്നു. അങ്ങനെ പിന്നീട് നമ്മുടെ ഗംഗാധരൻ രാജീവനെയും ശിവശങ്കരനെയും കൂട്ടിയിട്ട് ബാലചന്ദ്രനെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിലോട്ട് വരുന്നുണ്ട്. ആ സമയത്ത് കൃഷ്ണമോളായിരുന്നു വാതിൽ തുറന്നുകൊണ്ടിരുന്നത്. തുറക്കുന്ന സമയത്ത് അവരെ കണ്ടിട്ട് ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് കൃഷ്ണമോൾ. ഇനി എന്ത് പ്രശ്നത്തിനാണാവോ ഇവർ വന്നേക്കുന്നത് എന്നുള്ളൊരു ചിന്തയാണ് അവളുടെ മനസ്സിലേക്ക് വന്നത്. അങ്ങനെ അവരോട് എന്തിനാ വന്നത്, അതും ഈ പാതിരാത്രിക്ക്. അച്ഛനാകെ ടയേർഡായി നിൽക്കുകയാണ്. അച്ഛനെ ഇപ്പോൾ കാണാൻ സമ്മതിക്കത്തില്ല, നിങ്ങൾ പോവാൻ നോക്ക്, നാളെ രാവിലെ വന്നാൽ മതി, നാളെ സംസാരിക്കാനുള്ളതൊക്കെ സംസാരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ തടഞ്ഞു നിർത്തുകയാണ് കൃഷ്ണമോളെ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഗംഗാധരൻ പറയുന്നുണ്ട്, മോളെ നിൻ്റെ അച്ഛനെ ഉപദ്രവിക്കാനൊന്നും വന്നതല്ല, സംസാരിക്കാൻ വന്നതാണ്, ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഗംഗേട്ടൻ. അപ്പോൾ ആ സമയത്ത് പറയുന്നുണ്ട്, നിങ്ങളൊക്കെ ചീത്തയാണ്, നിങ്ങളിപ്പോൾ ഉപദ്രവിക്കാനായിട്ട് വന്നതല്ലേ, നിങ്ങളെല്ലാം അലീന ചേച്ചിയെ തട്ടിക്കൊണ്ടുപോയത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഗംഗാധരൻ പറയുന്നുണ്ട്, മോളെ നിനക്ക് എന്ന് മുതലാണ് ഞങ്ങൾ ചീത്തയായത്, ഞങ്ങൾ ഇതുവരെ മോളെ ഉപദ്രവിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അലീന ചേച്ചിയെ നിങ്ങളല്ലേ തട്ടിക്കൊണ്ടുപോയത്, നിങ്ങൾ എന്താ ചെയ്തത് അത് പറ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ സൗണ്ട് കേട്ടിട്ടാണ് നമ്മുടെ ബാലചന്ദ്രൻ വിളിച്ച് ചോദിക്കുന്നുണ്ട്, മോളെ ആരാ വന്നത്, ആരാ അവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് കൊല്ലപ്പള്ളിയിൽ നിന്ന് അങ്കിൾമാരാണ് എന്നുള്ള മറുപടി കൃഷ്ണമോൾ കൊടുക്കുകയാണ്. അങ്ങനെ ബാലചന്ദ്രൻ താഴോട്ട് വരുന്നുണ്ട്. എന്നിട്ട് നേരെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എനിക്ക് നിങ്ങളോട് വേറെ ഒന്നും ചോദിക്കാനോ പറയാനോ ഇല്ല, അലീന എവിടെ, അതിനുള്ള ഉത്തരം മാത്രം എനിക്ക് കിട്ടിയാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ശിവശങ്കരൻ പറയുന്നുണ്ട്, അലീന ഞങ്ങളുടെ കസ്റ്റഡിയിലാണ് ഉള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ ഒരു ഞെട്ടലോടെ കേട്ട് നിൽക്കുകയാണ് ബാലചന്ദ്രൻ. അങ്ങനെ ആ സമയത്ത് ഗംഗാധരൻ പറയുന്നുണ്ട്, ബാലചന്ദ്ര നീ ഇവരുടെ പേരിൽ കൊടുത്തിരുന്ന കേസ് പിൻവലിക്കണം, ദയവ് ചെയ്ത് ഈ കേസുമായിട്ട് മുന്നോട്ട് പോകരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അലീനയെ എൻ്റെ മുന്നിൽ കൊണ്ടുവാ, ഒരു പോറൽ പോലും ഏൽക്കാതെ അവളെ എൻ്റെ മുന്നിൽ കൊണ്ടുവന്നാൽ ഞാൻ ആ കേസ് പിൻവലിക്കാം, അവളുടെ മുഖത്ത് ഒരു പാട് പോലും കാണരുത്, കണ്ടാൽ ഈ ബാലചന്ദ്രനെ നിങ്ങൾ ആരാണ് എന്നുള്ളത് അറിയാൻ പോകുന്നതേ ഉള്ളൂ, ഒരെണ്ണത്തിനെയും ഞാൻ വെറുതെ വിടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ശിവശങ്കരൻ നമ്മുടെ ബാലചന്ദ്രനോട് മാപ്പ് ചോദിക്കുകയാണ്, ഒരു തെറ്റ് പറ്റിപ്പോയി, ഞങ്ങളോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അവരുടെ ആ ഒരു മട്ടവും ഭാവവും ഒക്കെ കണ്ടിട്ട് ബാലചന്ദ്രനെ ഗംഗാധര മേനോൻ ചോദിക്കുന്നുണ്ട്, നീ ഇവരോട് അലീന ആരാണെന്നുള്ള സത്യം പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഗംഗൻ പറയുന്നുണ്ട്, അതെ എനിക്ക് പറയേണ്ടി വന്നു, ആ ഒരു സാഹചര്യവും സന്ദർഭവുമായിരുന്നു, അപ്പോൾ പിന്നെ എനിക്ക് തുറന്ന് പറയേണ്ടി വന്നു എന്ന് പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇപ്പോൾ മനസ്സിലായടോ ഞാൻ സംരക്ഷിച്ചത് ആരെയാണ് എന്നുള്ളത്, ഇത്രയും കാലം നിങ്ങളുടെ പെങ്ങൾ എന്നെ ചതിക്കുകയായിരുന്നു, വിവാഹത്തിന് മുമ്പ് മറ്റൊരുത്തൻ്റെ കൂടെ കിടന്ന് പ്രസവിച്ചുണ്ടാക്കിയ ഒരു കുഞ്ഞ് എൻ്റെ മകൾ ഇവിടെ നിൽപ്പുണ്ടായി, അല്ലെങ്കിൽ ഞാൻ ഇതിലും അപ്പുറം പച്ചയായ മലയാളത്തിൽ ഞാൻ പറഞ്ഞേനെ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എനിക്കൊരു പോറൽ പോലും ഏൽക്കാതെ അലീനയെ തിരിച്ച് കിട്ടണം, അത് എൻ്റെ ഒന്നാമത്തെ ഡിമാൻഡാണ്, രണ്ടാമത്തെ ഡിമാൻഡ് അവളുടെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ ഓരോ മാമന്മാരും 30 ലക്ഷം രൂപ വീതം അവളുടെ അക്കൗണ്ടിൽ ഇടണം, അത് രണ്ടാമത്തെ ഡിമാൻഡ് എന്നൊക്കെ പറയുകയാണ്. ഇതൊക്കെ കേട്ടിട്ടാകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് രാജീവനും ശിവശങ്കരനും. അപ്പോൾ ആ സമയത്ത് ഗംഗേട്ടൻ പറയുന്നുണ്ട്, ഞങ്ങൾക്കും ചെറിയൊരു ഡിമാൻഡുണ്ട്, അതും ബാലചന്ദ്രനൊന്ന് അനുസരിക്കണം എന്നൊക്കെ പറയുമ്പം എനിക്ക് മനസ്സിലായി, ഒന്നാമത്തെ ഡിമാൻഡ് വൈജയന്തി ഇത് അറിയരുത് എന്നാണല്ലോ, പിന്നെ രണ്ടാമത്തെ ഡിമാൻഡിലാണ് നിങ്ങൾ കുടുങ്ങാൻ പോകുന്നത്, കാരണം വർഷങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുള്ള ആ ഒരു പ്രശ്നം, ആ ഒരു സംഭവം വൈജ അറിഞ്ഞാൽ പിന്നെ നിങ്ങൾ കൊലക്കുറ്റത്തിന് ജയിലിൽ കിടക്കേണ്ടി വരും, എന്താ അത് സത്യമല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അതിലേക്കൊന്നും പോകണ്ട ബാലചന്ദ്ര എന്ന് പറയുകയാണ് ഗംഗേട്ടൻ. ആ സമയത്ത് കൃഷ്ണമോളും അത് കേട്ടിട്ട് എന്താണത് എന്നുള്ള ആ ഒരു ആദിയിൽ ആകെ ഷോക്കടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ വൈജയന്തി അറിയാതിരിക്കാനുള്ള ആ ഒരു ഇത് അവരും ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അലീനയുടെ ഭാവി ജീവിതം സേഫാക്കാനുള്ള എല്ലാ കാര്യവും ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ബാലചന്ദ്രൻ അവരോട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ബാലചന്ദ്രൻ്റെ ഡിമാൻഡുകളൊക്കെ കേട്ടാകെ ഞെട്ടിധരിച്ച് ഷോക്കായിട്ട് നിൽക്കുകയാണ്.